നമസ്കാരം. 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ടി കെ രജിത്ത്. ഇന്ന് മെയ് 2 വ്യാഴം, മേടം 19. വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ദിനമാണിന്ന്. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിൽ എത്തി നിൽക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുമോ എന്നുള്ള കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും. നിയന്ത്രണം വേണം എന്നുള്ള ആവശ്യം ബോർഡ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സർക്കാർ എന്ത് തരത്തിലുള്ള തീരുമാനമായിരിക്കും അതിലെടുക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഏറ്റവും ശ്രദ്ധയോടുകൂടി കാത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം. അതുപോലെ തന്നെ KSRTC ഡ്രൈവറും മേയറുമായുള്ള തർക്കത്തിൽ ഏതു തരത്തിലുള്ള അന്വേഷണമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്, അതിൻ്റെ തുടർ വാർത്തകളാണ് പുറത്തു വരാൻ പോകുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായിരിക്കും. ഇന്നലെ രാത്രി KSRTC ഡ്രൈവർ യദുവിൻ്റെ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തും എന്നുള്ള വിവരം കൂടി പുറത്തു വന്നിരുന്നു. ആ പശ്ചാത്തലത്തിൽ എങ്ങനെയായിരിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നീക്കങ്ങൾ എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ 100 ന്യൂസ് തയ്യാറാക്കിയിരിക്കുന്നത്. 100 ന്യൂസ് ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലെത്തി നിൽക്കെ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുന്നതിൽ തീരുമാനം ഇന്ന്. സാഹചര്യം വിലയിരുത്താൻ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും. രാവിലെ 11 മണിക്ക് മന്ത്രിയുടെ ചേംബറിലാണ് യോഗം. KSEB ചെയർമാനും ഊർജ്ജ വകുപ്പ് സെക്രട്ടറിയും അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. പ്രതിഷേധങ്ങൾക്കിടെ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. റോഡ് ടെസ്റ്റിന് ശേഷമാകും ഇനി മുതൽ ടെസ്റ്റ്. 15 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് അനുവദിക്കില്ല. പ്രതിദിനം 30 ടെസ്റ്റുകളായി പരിമിതപ്പെടുത്തി. ടെസ്റ്റുകൾ തടയുമെന്ന് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ. ഗതാഗത മന്ത്രിയുടേത് ഡ്രൈവിംഗ് സ്കൂളുകളെ ഇല്ലാതാക്കുന്ന നടപടിയെന്ന് സംഘടന. സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുന്നു. പാലക്കാട്, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. 12 ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ ഔട്ട്ഡോർ കായിക മത്സരങ്ങൾ നടത്തുന്നതിന് വിലക്ക്. തെക്കൻ കേരളത്തിലും മധ്യകേരളത്തിലും വേനൽ മഴയ്ക്ക് സാധ്യത. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗം ഇന്ന് ചേരും. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ തീരുമാനം ഉണ്ടായേക്കില്ല. സംസ്ഥാനത്തെ ചൂട് കൂടി വരുന്ന സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും ചർച്ച ചെയ്യും. കുടിവെള്ളക്ഷാമം നേരിടുന്ന സ്ഥലങ്ങളിൽ അടിയന്തരമായി വെള്ളമെത്തിക്കാൻ തദ്ദേശ ഭരണ വകുപ്പിന് നിർദ്ദേശം നൽകും. മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ ബസ്സിലെ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കാണാതായതിൽ അടിമുടി ദുരൂഹത. മെമ്മറി കാർഡ് മാറ്റാൻ അറിയില്ലെന്നും അടുത്ത ദിവസം രാവിലെ വരെ പോലീസ് സ്റ്റേഷനിലായിരുന്നുവെന്നുമാണ് ഡ്രൈവർ യദുവിന്റെ വിശദീകരണം. KSRTCയുടെ പരാതിയിൽ തമ്പാനൂർ പോലീസ് അന്വേഷണം തുടങ്ങി. നിർണായക ദൃശ്യങ്ങൾ പ്രചരിക്കാതിരിക്കാൻ മെമ്മറി കാർഡ് മനഃപൂർവ്വം എടുത്തുമാറ്റിയെന്ന് നിഗമനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാഥമിക വിലയിരുത്തലിന് CPI സംസ്ഥാന നിർവാഹക സമിതി ഇന്ന്. വയനാട് ഒഴികെ 3 മണ്ഡലങ്ങളിലും ജയസാധ്യതയെന്ന് CPI വിലയിരുത്തൽ. LDF കൺവീനർ EP ജയരാജൻ, പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച വിവാദവും ചർച്ചയായേക്കും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ വിടാതെ ED. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് വീണ്ടും നോട്ടീസ് നൽകും. കഴിഞ്ഞ ദിവസം ഹാജരാകണമെന്ന് ED നിർദ്ദേശിച്ചെങ്കിലും MM വർഗീസ് എത്തിയില്ല. MM വർഗീസിനെ ED ചോദ്യം ചെയ്തത് 6 തവണ. ആലുവയിൽ മുൻ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ 5 പേരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികളെ ഇന്ന് ആലുവ കോടതിയിൽ ഹാജരാക്കും. 5 പ്രതികളുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. പ്രതികൾ ഉപയോഗിച്ച ആയുധവും കണ്ടെത്തി. ഗൂഢാലോചന നടത്തിയവരെ കണ്ടെത്താൻ അന്വേഷണം തുടരുന്നു. കോഴിക്കോട് വെള്ളയിൽ ശ്രീകാന്ത് വധക്കേസിലെ പ്രതി ധനേഷിനെ ചോദ്യം ചെയ്യുന്നതിനായി അന്വേഷണ സംഘം ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക 5 ദിവസത്തേക്ക്. ധനേഷിന്റെ തിരിച്ചറിയൽ പരേഡും നടത്തും. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രസവത്തെ തുടർന്ന് മരിച്ച അമ്പലപ്പുഴ സ്വദേശിനി ഷിബിനയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് ലഭിച്ചേക്കും. മരണകാരണം ചികിത്സാ പിഴവാണെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ഹൃദയാഘാതം മൂലമാണ് യുവതി മരിച്ചത് എന്നാണ് ആശുപത്രിയുടെ വാദം. മെഡിക്കൽ വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം 4 അംഗ സംഘത്തിന്റെ അന്വേഷണം തുടരുകയാണ്. സംസ്ഥാനത്തെ നഴ്സിംഗ് പ്രവേശനത്തിലേക്ക് കുരുക്കഴിക്കാൻ ആരോഗ്യമന്ത്രി വിളിച്ച യോഗം ഇന്ന്. BSc നഴ്സിംഗ് മാനേജ്മെന്റ് സീറ്റിലേക്കുള്ള പ്രവേശനത്തിന് ഏകീകൃത അലോട്ട്മെന്റ് അവസാനിപ്പിച്ച മാനേജ്മെന്റുകളുടെ തീരുമാനത്തിന് പിന്നാലെയാണ് സർക്കാർ ഇടപെടൽ. വൈകിട്ട് 4 നടക്കുന്ന യോഗത്തിൽ വിവിധ അസോസിയേഷൻ പ്രതിനിധികൾ പങ്കെടുക്കും. ഇടുക്കി തൊടുപുഴയിൽ ഭീതി വിതയ്ക്കുന്ന പുള്ളിപ്പുലിയെ പിടികൂടാൻ വനംവകുപ്പ് സ്വീകരിച്ച നടപടികൾ ചർച്ച ചെയ്യാൻ ഇന്ന് സർവകക്ഷി യോഗം ചേരും. ഡീൻ കുര്യാക്കോസ്, PJ ജോസഫ് തുടങ്ങിയവർ പങ്കെടുക്കും. വനംവകുപ്പിന്റെ നടപടികൾ തൃപ്തികരമല്ല എന്നും സമരം തുടങ്ങുമെന്നും കരികുന്നം ഗ്രാമപഞ്ചായത്ത് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. നോക്കാം ഇനി കേരളത്തിലെ ചില പ്രധാന വാർത്തകൾ.
ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കാക്കനാട് ഏരിയയും കോട്ടക്കൽ ആര്യവൈദ്യശാല ഹോസ്പിറ്റൽ തൃക്കാക്കരയും ചേർന്ന് ആയുർവേദം ജനങ്ങളിലേക്ക് എന്ന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡോക്ടർ സാദത്ത് ദിനാക്കാർ ഉദ്ഘാടനം ചെയ്തു. വയനാട് വെള്ളമുണ്ട ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നഖില ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓൾ കേരള ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജുനൈദ് കൈപ്പാണി ഉദ്ഘാടനം ചെയ്തു. തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ പള്ളിപ്പാടം കുന്നിൽ പ്രവർത്തിക്കുന്ന മണ്ണെടുപ്പ് കേന്ദ്രത്തിൽ നിന്ന് വലിയ പാറകൾ ജനവാസ പ്രദേശത്തേക്ക് ഉരുണ്ടു വീണു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ, വാർഡ് മെമ്പർ റഷീദ് തങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ മണ്ണെടുപ്പ് തടഞ്ഞു പ്രതിഷേധിച്ചു. മണ്ണെടുപ്പ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയെന്ന് ചൂണ്ടിക്കാണിച്ച് പ്രതിഷേധം. കനത്ത ചൂടിൽ വലഞ്ഞ് കൊല്ലം ജില്ല. നഗരമേഖലയിൽ ഭൂഗർഭജലത്തിന്റെ അളവ് താഴ്ന്നു. ആവശ്യത്തിന് കുടിവെള്ളം എത്തിക്കുന്നില്ല എന്ന് പരാതി. കുമളി മൂന്നാർ സംസ്ഥാന പാതയിൽ വർഷങ്ങളായി ഒടിഞ്ഞു വീണ് കിടക്കുന്ന ഇരുമ്പ് ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റാൻ നടപടിയായില്ല. 2018 പ്രളയത്തിലും തുടർന്നുണ്ടായ മഴക്കെടുതിയിലും മരങ്ങൾ വീണാണ് പോസ്റ്റുകൾ നശിച്ചത്. അടിയന്തര ഇടപെടൽ വേണമെന്ന് നാട്ടുകാർ. വേനൽ കടുത്തതോടെ ശുദ്ധജലക്ഷാമം രൂക്ഷമായ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പുഴകളിലും തോടുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ജലലഭ്യത ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ. ത്രിതല പഞ്ചായത്തുകൾ നടപടിയെടുക്കുന്നില്ല എന്ന ആക്ഷേപം ശക്തം. മണ്ണുത്തി വടക്കഞ്ചേരി ആറുവരിപ്പാതയിലെ 4 ഇടങ്ങൾ വീണ്ടും പൊളിച്ചു. നിരന്തരം അറ്റകുറ്റപ്പണികൾക്കായി മേൽപ്പാലം അടച്ചിടുമ്പോൾ സുരക്ഷ സംബന്ധിച്ച ആശങ്ക ശക്തമാവുകയാണ്. കോഴിക്കോട് രാമനാട്ടുകര PHC പുല്ലുംകുന്ന് റോഡിൽ ജലവിതരണ പൈപ്പ് പൊട്ടി രൂപപ്പെട്ട കുഴി വാഹനയാത്രക്കാർക്ക് അപകടക്കെണി. കഴിഞ്ഞ മാസം 8-നാണ് പൈപ്പ് പൊട്ടി റോഡ് തകർന്നത്. നടപടി സ്വീകരിക്കാതെ അധികൃതർ. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എ അബ്ദുൽ സലാം രാജിവെച്ചു. മെഡിക്കൽ കോളേജിൽ പ്രസവാനന്തര ചികിത്സയ്ക്കിടെ മരിച്ച യുവതിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാനിരിക്കെയാണ് രാജി. കോഴിക്കോട് രാമനാട്ടുകര 9-ാം മൈലിൽ പെട്രോൾ പമ്പിന് സമീപത്തെ കടയിൽ തീപിടുത്തം. വാഹനങ്ങളുടെ സ്പെയർ പാർട്സ്, എഞ്ചിൻ ഓയിൽ, പെയിന്റ് തുടങ്ങിയവ വിൽക്കുന്ന കടയ്ക്കാണ് തീപിടിച്ചത്. ആളപായം ഇല്ല. കോഴിക്കോട് 1 ലക്ഷം രൂപയിലധികം വില വരുന്ന ലഹരി പദാർത്ഥം പിടികൂടി. ലഹരിക്കടത്ത് കേസിൽ നേരത്തെ ശിക്ഷിക്കപ്പെട്ടയാൾ ഉൾപ്പെടെ 2 പേരാണ് പിടിയിലായത്. കോഴിക്കോട് കക്കോടിയിലെ വളപ്പിൽ കോളനി നിവാസികൾ കടുത്ത കുടിവെള്ളക്ഷാമത്തിൽ വലയുന്നു. കുടിവെള്ളത്തിനായി ഒറ്റക്കിണറിനെ ആശ്രയിക്കുന്നത് 15 കുടുംബങ്ങൾ. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് കുറഞ്ഞു. ജലനിരപ്പ് 2337.5 അടിയായി താഴ്ന്നതോടെ മൂലമറ്റം പവർ ഹൗസിലെ വൈദ്യുതി ഉൽപ്പാദനം കുറച്ചു. വേനൽ മഴ കാര്യമായി ലഭിച്ചില്ലെങ്കിൽ പ്രതിസന്ധി രൂക്ഷമാകുമെന്ന് KSEBയുടെ മുന്നറിയിപ്പ്. കണ്ണൂർ പാപ്പിനിശ്ശേരി പിലാത്തറ റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. റോഡിലെ കുഴികളാണ് അപകടങ്ങൾക്ക് കാരണം. അധികൃതർ ഇടപെടണമെന്ന് നാട്ടുകാർ. കുട്ടനാട് ചാലേച്ചിറ നിവാസികൾ ദുരിതത്തിൽ. പാലം പണി തുടങ്ങിയത് മുതൽ പ്രദേശവാസികളുടെ കുടിവെള്ളവും ഗതാഗതവും മുടങ്ങി. പാലം പണി വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് ആവശ്യം. വേനൽ കടുത്തതോടെ കോഴിക്കോട് ഇല്ലിയാനിപ്പുഴ വറ്റി വരളുന്നു. ശുദ്ധജലക്ഷാമം രൂക്ഷമാവുമെന്ന ആശങ്കയിൽ പ്രദേശവാസികൾ. വേനലിൽ ഒട്ടേറെ കുടുംബങ്ങൾ ആശ്രയിക്കുന്ന പുഴയാണ് ഇത്. നോക്കാമിനി പ്രധാന അറിയിപ്പുകൾ. അധ്യാപക യോഗ്യതാ പരീക്ഷയായ കേറ്ററ്റിന് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഇന്ന്. പരീക്ഷ ജൂൺ 22 മുതൽ. കേരള സർക്കാർ സ്ഥാപനമായ IHRDയുടെ ഞീഴൂർ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവ്. അഭിമുഖം ഇന്നു മുതൽ ഈ മാസം 4 വരെ. കൊച്ചി സർവകലാശാല പൊതുപ്രവേശന പരീക്ഷ ഈ മാസം 10, 11, 12 തീയതികളിൽ നടക്കും. അപേക്ഷകർക്ക് പ്രൊഫൈലിൽ നിന്ന് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. കേരള ഹൈക്കോടതി അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്ന്. 500 രൂപയാണ് അപേക്ഷാ ഫീസ്. കേരള സർവകലാശാലയുടെ കാര്യവട്ടം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ കേരള MPA പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നാളെ. കൊല്ലം അമ്പലംകുന്ന് കൈതയിൽ കായില വെളിയം റോഡിൽ ഇന്നു മുതൽ ഒരാഴ്ചത്തേക്ക് ഗതാഗത നിയന്ത്രണം റോഡ് പുനർനിർമ്മാണം നടക്കുന്നതിനാൽ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷണൽ MAC പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു.
അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 20. നോക്കാം ഇനി ദേശീയ വാർത്തകൾ. നടൻ സൽമാൻ ഖാന്റെ വസതിയിലേക്ക് വെടിവെച്ച കേസിലെ പ്രതി അനൂജ് താപ്പൻ മരിച്ച സംഭവത്തിൽ പോലീസിനെതിരെ ഗുരുതരാരോപണവുമായി കുടുംബം. അനൂജിനെ പോലീസ് കൊലപ്പെടുത്തിയതാണെന്ന് സഹോദരൻ അഭിഷേകിന്റെ ആരോപണം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിനെ വിലക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 48 മണിക്കൂറാണ് വിലക്ക്. കോൺഗ്രസിനെതിരെ അപമാനകരവും ആക്ഷേപകരവുമായ പ്രസ്താവന നടത്തിയെന്നാണ് ആരോപണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുമ്പോൾ ഗാന്ധി കുടുംബം മല്ലികാർജ്ജുൻ ഖാർഗെയെ ബലിയാടാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രധാനമന്ത്രിക്കെതിരെ ഖാർഗെ ഉന്നയിച്ച വിമർശനങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അമിത്ഷാ. നയതന്ത്ര തർക്കങ്ങൾക്കിടയിലും വ്യാപാര സാമ്പത്തിക സഹകരണം ചർച്ച ചെയ്ത് ഇന്ത്യയും മാലദ്വീപും. മാലദ്വീപിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ, മാലദ്വീപ് സാമ്പത്തിക വികസന വാണിജ്യ മന്ത്രി തുടങ്ങിയവർ പങ്കെടുത്തു. രാജസ്ഥാനിലെ കോട്ടയിൽ തോക്കുപയോഗിക്കുന്നതിന്റെ റീൽ ചിത്രീകരിക്കുന്നതിനിടെ അബദ്ധത്തിൽ വെടിയേറ്റ് യുവാവിന് ദാരുണാന്ത്യം. കൊല്ലപ്പെട്ട യശ്വന്തിന് തോക്ക് ലഭിച്ചതിന്റെ ഉറവിടം അന്വേഷിക്കുകയാണെന്ന് പോലീസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ച് RJD നേതാവ് തേജസ്വി യാദവ്. പ്രധാനമന്ത്രി വാഗ്ദാനങ്ങൾ നൽകുന്നതിന്റെ ഓഡിയോ ക്ലിപ്പ് പൊതുയോഗങ്ങളിൽ പ്ലേ ചെയ്തുകൊണ്ടാണ് തേജസ്വി സംസാരിച്ചത്. ആലിപ്പഴ വർഷത്തെ തുടർന്ന് ഒഡീഷയിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വിസ്താര വിമാനം ഭുവനേശ്വറിൽ അടിയന്തരമായി ഇറക്കി. വിമാനത്തിലുണ്ടായിരുന്ന 169 യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണെന്ന് അധികൃതർ. ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിനെ കടന്നാക്രമിച്ച് BJP നേതാവ്. നവീൻ പട്നായിക്കിന്റെ സഹായി VK പാണ്ഡ്യൻ ഭരണ സംവിധാനം ഹൈജാക്ക് ചെയ്തെന്ന് BJP നേതാവ് അപരാജിത സാരംഗി. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ പാണ്ഡ്യൻ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉപേക്ഷിച്ച് ബിജു ജനതാദളിൽ ചേർന്നു. തൃണമൂൽ കോൺഗ്രസിന് വോട്ട് നൽകുന്നതിനേക്കാൾ നല്ലത് BJPക്ക് നൽകുന്നതാണെന്ന് പശ്ചിമബംഗാൾ കോൺഗ്രസ് അധ്യക്ഷൻ അധീർ രഞ്ജൻ ചൌധരി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലാണ് വിവാദ പരാമർശം. പാർട്ടി വിരുദ്ധ പ്രസ്താവന നടത്തിയെന്നാരോപിച്ച് തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കുനാൽ ഘോഷിനെ മാറ്റി. TMC വക്താവ് എന്ന പദവിയിൽ നിന്ന് കുനാൽ ഘോഷിനെ നേരത്തെ ഒഴിവാക്കിയിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പേരിൽ വ്യാജ വീഡിയോ ഷെയർ ചെയ്തെന്ന ആരോപണം തള്ളി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. വീഡിയോ ഷെയർ ചെയ്തെന്നാരോപിച്ച് തെലങ്കാന മുഖ്യമന്ത്രിക്കും സംസ്ഥാന കോൺഗ്രസ് ഘടകത്തിലെ 4 അംഗങ്ങൾക്കും നോട്ടീസ് അയച്ചിരുന്നു. ഉത്തർപ്രദേശിലെ വാരാണസിയിൽ ജിമ്മിൽ പ്രാക്ടീസ് ചെയ്യുന്നതിനിടെ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. ദീപക് ഗുപ്ത എന്നയാളാണ് മരിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമേ മരണകാരണം വ്യക്തമാവൂ എന്ന് പോലീസ്. ദക്ഷിണേന്ത്യയിൽ കഴിഞ്ഞ മാസം രേഖപ്പെടുത്തിയത് 123 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന 2ാമത്തെ താപനില. മെയ് മാസത്തിൽ 5 മുതൽ 8 ദിവസം അധികം ഉഷ്ണതരംഗം ഉണ്ടാവാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ബോംബ് ഭീഷണിയെ തുടർന്ന് ബീഹാർ രാജ്ഭവന്റെ സുരക്ഷ ശക്തമാക്കി. ഭീഷണി സന്ദേശം വ്യാജമെന്ന് പോലീസ്. ആപ്പ് അധിഷ്ഠിത നിക്ഷേപങ്ങൾക്കെതിരെ നടപടി ഘടിപ്പിച്ച് CBI. രാജ്യത്തെ 30 ഇടങ്ങളിൽ പരിശോധന. സിദ്ധു മൂസേവാല വധക്കേസിൽ ലോറൻസ് ബിഷ്ണോയ് ഉൾപ്പെടെ 26 പേർക്കെതിരെ പഞ്ചാബ് കോടതി കുറ്റം ചുമത്തി. പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി. അടുത്ത വാദം മെയ് 20 നടക്കും. ഡൽഹിയിൽ സംയുക്ത സുരക്ഷാ അഭ്യാസം നടത്തി ഇന്ത്യയും ഇസ്രയേലും. സുപ്രധാന നാഴികക്കല്ലെന്ന് ഇസ്രയേൽ പ്രതിനിധി നയോർ ഗിലോൺ. നോക്കാം ഇനി രാജ്യാന്തര വാർത്തകൾ. ചൈനയുടെ പുതിയ വിമാനവാഹിനി കപ്പലായ ഫുജിയാൻ ആദ്യ കടൽ പരീക്ഷണത്തിനായി ഷാങ്ഹായിൽ നിന്ന് പുറപ്പെട്ടു. ചൈനയിലെ ഏറ്റവും വികസിതവും വലുതുമായ വിമാനവാഹിനി കപ്പലാണ് ഇത്. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ മുന്നൊരുക്കം ഊർജിതമാക്കി UAE. ദുബായിലെയും ഷാർജയിലെയും സ്കൂളുകൾക്ക് ഇന്നും നാളെയും ഓൺലൈൻ ക്ലാസുകൾ മാത്രം. ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം സ്വീകരിക്കാം. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം.
ഓപ്പൺ AI-ക്കെതിരെ നിയമ നടപടി ആരംഭിച്ച് ന്യൂയോർക്ക് ഡെയിലി ന്യൂസ്, ചിക്കാഗോ ട്രിബ്യൂൺ എന്നിവയുൾപ്പെടെയുള്ള പത്രങ്ങൾ. AI ഉൽപ്പന്നങ്ങളെ പരിശീലിപ്പിക്കുന്നതിനായി കമ്പനി ദശലക്ഷക്കണക്കിന് ലേഖനങ്ങൾ നിയമവിരുദ്ധമായി പകർത്തിയെന്നാരോപിച്ചാണ് കേസ്. 5 തീരദേശ പ്രവിശ്യകളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഇക്വഡോർ പ്രസിഡന്റ് ഡാനിയൽ നെബോവ. നടപടി ആഭ്യന്തര സംഘർഷങ്ങളെ തുടർന്ന്. മ്യാൻമറിൽ ഭൂചലനം 4.1 തീവ്രത രേഖപ്പെടുത്തി. നാഗാലാൻഡിലും പ്രകമ്പനം അനുഭവപ്പെട്ടു. ന്യൂയോർക്കിൽ പലസ്തീൻ അനുകൂല പ്രക്ഷോഭം തുടരുന്നു. കൊളംബിയ യൂണിവേഴ്സിറ്റിയിലും സിറ്റി കോളേജ് ക്യാമ്പസിലും പ്രതിഷേധിച്ച 300ഓളം പേർ അറസ്റ്റിൽ. ഗസയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ കൊല്ലപ്പെട്ടത് 33 പേർ, 57 പേർക്ക് പരിക്കേറ്റു. ഇതോടെ മരണസംഖ്യ 34,568 ഉയർന്നു. അബുദാബി രാജകുടുംബാംഗവും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ മാതൃ സഹോദരനുമായ ഷെയ്ഖ് താനൂർ ബിൻ മുഹമ്മദ് അൽ നഹ്യാൻ അന്തരിച്ചു. അബുദാബി ഭരണാധികാരിയുടെ അല്ലൈൻ മേഖലയിലെ പ്രതിനിധിയായിരുന്നു. ആദരസൂചകമായി രാജ്യത്ത് 7 ദിവസം ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഇന്ത്യയും ചൈനയുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ സിംഗപ്പൂരിന് കഴിയില്ലെന്ന് പ്രധാനമന്ത്രി ലീ സിയാൻ യൂങ്. പ്രധാനമന്ത്രി പദത്തിൽ നിന്നിറങ്ങുന്നതിന് മുമ്പുള്ള അവസാന പ്രസംഗത്തിലായിരുന്നു ലീയുടെ പരാമർശം. വടക്കൻ ഇംഗ്ലണ്ടിലെ സ്കൂളിൽ കത്തിക്കുത്ത്, 3 പേർക്ക് പരിക്കേറ്റു, 17കാരൻ അറസ്റ്റിൽ. കെനിയയിൽ പ്രളയക്കെടുതി രൂക്ഷം, മരണസംഖ്യ 181 ഉയർന്നു. 91 പേരെ കാണാനില്ലെന്ന് റിപ്പോർട്ട്. ഗ്രേറ്റ് റിഫ്റ്റ് വാലി മേഖലയിലെ ഓൾഡ് കിജാബ ഡാം തകർന്നിരുന്നു. UK-യിലെ ആയുധ വിതരണ കേന്ദ്രങ്ങൾ ഉപരോധിച്ചു തൊഴിലാളികൾ. ഇസ്രയേലിന് ആയുധം നൽകുന്നത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യം. സമരം അന്താരാഷ്ട്ര തൊഴിലാളി ദിനത്തോട് അനുബന്ധിച്ച്. അഫ്ഗാനിസ്ഥാനിൽ ഭൂചലനം 4.5 തീവ്രത രേഖപ്പെടുത്തി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അമേരിക്കയിലെ പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വീസ നഷ്ടമായേക്കും. പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളും അമേരിക്കയിൽ നടപടി നേരിടുന്നുണ്ട്. സ്റ്റുഡന്റ് വിസയുടെ ആനുകൂല്യങ്ങൾക്ക് പുറത്തായാൽ ഗ്രേസ് പീരീഡിന് അർഹത നഷ്ടപ്പെടുമെന്നും മുന്നറിയിപ്പ്. അന്താരാഷ്ട്ര കോടതിയിൽ ഇസ്രയേലിനെതിരായ ദക്ഷിണാഫ്രിക്കയുടെ വംശഹത്യാ കേസിൽ തുർക്കി കക്ഷി ചേരുമെന്ന് തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കൻ ഫിദാൻ. പ്രഖ്യാപനം അങ്കാറയിൽ നടന്ന പത്രസമ്മേളനത്തിൽ. 10ാമത് സൗദി ചലച്ചിത്രമേള സൗദി അറേബ്യയിലെ ദഹ്റാനിൽ ഇന്ന് തുടങ്ങും. ഇന്ത്യൻ സിനിമകളുടെ പ്രത്യേക പ്രദർശനവും ചർച്ചകളും ഉണ്ടാകും. 8 ദിവസം നീണ്ടു നിൽക്കുന്ന മേളയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. 3.7 ബില്യൺ റിയാൽ ചിലവിൽ ദമാമിൽ പുതിയ സ്റ്റേഡിയം വരുന്നു. സ്റ്റേഡിയം നിർമ്മിക്കുന്നത് സ്പോർട്സ് മന്ത്രാലയവും സൗദി അരാംകോയും ചേർന്ന്. സ്റ്റേഡിയത്തിൽ ഉണ്ടാവുക 45,000 സീറ്റുകൾ. ഗതാഗത മേഖലയിലെ ഹൈടെക് കണ്ടുപിടുത്തങ്ങളുമായി ഖത്തർ മൊബിലിറ്റി ഫോറം. 20ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ ഫോറത്തിന്റെ ഭാഗമാകും. എത്യോപ്യൻ എയർലൈൻസിൽ യാത്രക്കാരുടെ വർധന 30% വർധനവ് രേഖപ്പെടുത്തി. രാജ്യത്തെ GST പിരിവിൽ പുതിയ റെക്കോർഡ്. ഏറ്റവും കൂടുതൽ തുക GST ആയി പിരിച്ചെടുത്തത് ഏപ്രിലിൽ 2.10 ലക്ഷമാണ് ഏപ്രിലിലെ GST പിരിവ്. ഗോദ്രേജ് ബിസിനസ് ഗ്രൂപ്പ് 2 ആകുന്നു. ഗോദ്രേജ് എന്റർപ്രൈസസ്, ഗോദ്രേജ് ഇൻഡസ്ട്രീസ് എന്നിങ്ങനെ പിളർപ്പ് പ്രഖ്യാപിച്ചു. 4 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ $20 ബില്യൺ നിക്ഷേപിക്കാൻ പദ്ധതിയിട്ട് വേദാന്ത ഗ്രൂപ്പ്. മറ്റു പ്രവർത്തനങ്ങൾക്ക് പുറമെ ടെക്നോളജി, ഇലക്ട്രോണിക്സ്, ഗ്ലാസ് ബിസിനസ്സുകൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഗോഫെസ്റ്റിന്റെ 54 വിമാനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കി DGCI. നടപടി കരാറുകാർക്ക് വിമാനം തിരിച്ചെടുക്കാൻ കോടതി അനുമതി നൽകിയതിന് പിന്നാലെ. ഇനി കായിക വാർത്തകൾ. IPL-ൽ പ്ലേ ഓഫ് ഉറപ്പിക്കാൻ സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് ഇന്നിറങ്ങും. രാത്രി 7:30 നടക്കുന്ന എവേ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദാണ് എതിരാളികൾ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ചെൽസി ഇന്ന് ടോട്ടനത്തെ നേരിടും. രാത്രി 12:00 ചെൽസിയുടെ മൈതാനത്താണ് മത്സരം. ബംഗ്ലാദേശിനെതിരായ 2020 പരമ്പര ലക്ഷ്യമിട്ട് ഇന്ത്യൻ വനിതകൾ ഇന്നിറങ്ങും. ഉച്ചതിരിഞ്ഞ് 3:30 മൂന്നാം മത്സരം. യൂറോപ്പ ലീഗ് ഫുട്ബോളിലെ സെമിഫൈനൽ ആദ്യപാദ മത്സരങ്ങൾ ഇന്ന് നടക്കും. AS റോമ ബയൺ ലെവർക്യൂസിനെയും ഒളിമ്പിക് മാർസെ അറ്റ്ലാന്റ യുണൈറ്റഡിനെയും നേരിടും.
സഞ്ജു സാംസനെ 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തിയതിൽ സെലക്ഷൻ കമ്മിറ്റി യോഗത്തിൽ വലിയ ചർച്ചകൾ വേണ്ടി വന്നിട്ടില്ല എന്ന് റിപ്പോർട്ട്. ശിവം ദുബെയോ റിങ്കു സിംഗോ എന്ന കാര്യത്തിൽ മാത്രമാണ് തല പുകയ്ക്കേണ്ടി വന്നതെന്നും സെലക്ഷൻ കമ്മിറ്റി അംഗത്തെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട്. IPL-ൽ പഞ്ചാബ് കിങ്സിന് ജയം. ചെന്നൈ സൂപ്പർ കിങ്സിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ഇനി നോക്കാം കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. അല്ലു അർജുൻ നായകനായെത്തുന്ന പുഷ്പ 2 എന്ന ചിത്രത്തിലെ ആദ്യ ഗാനം പുറത്ത്. ചിത്രം ഓഗസ്റ്റ് 15-ന് തിയേറ്ററുകളിലേക്ക്. സുരേഷ് ഗോപി പ്രധാന വേഷത്തിലെത്തുന്ന വരാഹം എന്ന ചിത്രത്തിന്റെ മോഷൻ ടൈറ്റിൽ പോസ്റ്റർ പുറത്തിറങ്ങി. സനൽ വി ദേവൻ സംവിധാനം ചെയ്യുന്ന ചിത്രം മാവറിക് മൂവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് സഞ്ജയ് പടിയൂർ എന്റർടൈൻമെന്റ്സുമായി സഹകരിച്ച് വിനീത് ജെയിൻ, സഞ്ജയ് പടിയൂർ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്നു. മുംബൈ ആസ്ഥാനമായുള്ള മാവറിക് മൂവീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ആദ്യ സിനിമയാണ് ഇത്. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്യുന്ന ചിത്തിനി എന്ന സിനിമയുടെ തേർഡ് ലുക്ക് പോസ്റ്റർ റിലീസായി. അമിത് ചക്കാലയ്ക്കൽ, വിനയ് ഫോർട്ട്, മോക്ഷ എന്നിവർ പ്രധാന വേഷത്തിൽ എത്തും. നവാഗതനായ അനിൽ ദേവ് സംവിധാനം ചെയ്യുന്ന കട്ടീസ് ഗ്യാങ് എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസായി. ചിത്രം ഈ മാസം 16-ന് പുറത്തിറങ്ങും. നടൻ ജഗദീഷ് ശ്രീകുമാറിന് ആദരഗീതമായി അമ്പിളി സൂര്യൻ. ബീറ്റ്റൂട്ട്സ് മീഡിയയുടെ ബാനറിൽ നിർമ്മിച്ച ഗാനത്തിന് വരികൾ എഴുതിയത് ബിന്ദു പി മേനോനാണ്. വരികൾക്ക് ഈണം പകർന്നത് രഞ്ജിത്ത് ജയരാമൻ. വൈറൽ ട്രെൻഡ്സ്. തന്റെ പർപ്പിൾ ക്യാപ്പ് കുഞ്ഞ് ആരാധകന് നൽകി മുംബൈ ഇന്ത്യൻസ് താരം ജസ്പ്രീത് ബുംറ. വീഡിയോ സൈബറിടത്ത് വൈറൽ. സഹോദരങ്ങൾക്കിടയിൽ വഴക്ക് സാധാരണമാണ്. അങ്ങനെ വഴക്കിട്ട് പിണങ്ങിയിരുന്ന് പിന്നെ ഇണങ്ങുന്ന കുരുന്നുകളുടെ വീഡിയോ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു. ട്രെൻഡിംഗ് പാട്ടിനൊത്ത് ചുവടുവെച്ച് ഒരമ്മ. വീഡിയോ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ. സഞ്ജു സാംസന്റെ ചിത്രം ഇലയിൽ തീർത്ത് കലാകാരൻ. വീഡിയോ ഏറ്റെടുത്ത് ആരാധകൻ. നോക്കാമിനി ഫാക്ട് ചെക്ക്. സ്വത്ത് തർക്കത്തിന്റെ പേരിൽ കോഴിക്കോട് പേരാമ്പ്രയിൽ അച്ഛനെ മകൻ മർദ്ദിക്കുന്ന ദൃശ്യം എന്ന രീതിയിൽ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇത് പേരാമ്പ്രയിൽ നിന്നുള്ള ദൃശ്യമല്ല. കഴിഞ്ഞ ഫെബ്രുവരിയിൽ തമിഴ്നാട്ടിൽ നടന്ന സംഭവമാണ് തെറ്റായ തലക്കെട്ടോടെ പ്രചരിപ്പിക്കുന്നത്. ലേറ്റസ്റ്റ് ന്യൂസ്. ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുമെന്ന് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ. നടപടി ഗസയിലെ ഇസ്രായേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ. ജോർദാനിൽ നിന്ന് ഗസയിലേക്ക് സഹായവുമായി പോയ 2 വാഹനങ്ങൾക്ക് നേരെ ഇസ്രായേലിന്റെ ആക്രമണം. സംഭവത്തെ അപലപിച്ച ജോർദാൻ സർക്കാർ. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ ആഗോള രാസായുധ നിരോധനം ലംഘിച്ചതായി US. യുക്രൈനിയൻ സൈനികർക്കെതിരെ ക്ലോറോക്വിൻ ഉപയോഗിച്ചുവെന്നാണ് ആരോപണം. ആരോപണത്തോട് പ്രതികരിക്കാതെ റഷ്യ. ബ്രസീലിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും. 10 പേർ കൊല്ലപ്പെട്ടു, 11 പേർക്ക് പരിക്കേറ്റു, 21 പേരെ കാണാനില്ല എന്ന് റിപ്പോർട്ടുകൾ. SNC ലാവ്ലിൻ കേസ് ഇന്നും സുപ്രീം കോടതി പരിഗണിക്കാനായി ലിസ്റ്റ് ചെയ്തു. 110-ാം ഇനമായാണ് ലിസ്റ്റിൽ ഇടം പിടിച്ചത്. CBI നൽകിയ അപ്പീലും അനുബന്ധ ഹർജികളുമാണ് പരിഗണിക്കുക. നോക്കാം ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ആലുവയിൽ നിയന്ത്രണം വിട്ട ലോറി മെട്രോ തൂണിൽ ഇടിച്ച് 2 മരണം. ലോറിയിൽ ഉണ്ടായിരുന്ന ആന്ധ്ര ഒല്ലൂർ സ്വദേശികളാണ് മരിച്ചത്. മീനുമായി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. അറസ്റ്റിനെതിരെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച ഹർജിയിൽ അന്തിമവാദം നാളെ. അറസ്റ്റ് നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു. ഇതിനെതിരെയാണ് അപ്പീൽ നൽകിയത്. ഡൽഹിയിലെ സ്കൂളുകളിലുണ്ടായ ബോംബ് ഭീഷണിക്ക് പിന്നിൽ ISI ആസൂത്രണമെന്ന് ഡൽഹി പോലീസ്. സന്ദേശം വന്നത് റഷ്യൻ IP അഡ്രസ്സിൽ നിന്ന്. IPC 120B 506 അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ FIR രജിസ്റ്റർ ചെയ്തു.
100 ന്യൂസ് പൂർത്തിയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.